ഇപ്പം നമ്മുടെ നാടുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്, പോകാൻ നിൽക്കുന്നവരാണ്. അങ്ങനെ ഹജ്ജും ഉംറയും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന വസ്തുക്കളിൽ പ്രധാനമായിട്ടും നാം നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന മുസല്ല കൊണ്ടുവരാറുണ്ട്. ഈ മുസല്ല കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, പ്ലെയിനായിട്ടുള്ള മുസല്ല കൊണ്ടുവരിക. ഒരു വൈറ്റ് അല്ലെങ്കിൽ വൈറ്റിനോട് ചേർന്നിട്ടുള്ളതായ ഒരു പ്ലെയിനായിട്ടുള്ള മുസല്ല കൊണ്ടുവരിക. പലരും കാര്യമായിട്ട് ആത്മാർത്ഥതയോടുകൂടെ കൊണ്ടുവരുന്ന ആ മുസല്ല കാബയുടെയോ അല്ലെങ്കിൽ ഷറഫാക്കപ്പെട്ട മദീന മുനവ്വറയുടെയൊക്കെ ഫോട്ടോ പതിച്ച മുസല്ലയാണ് പലപ്പോഴും കൊണ്ടുവരാറുള്ളത്. അല്ലെങ്കിൽ ചിത്രങ്ങളുള്ള മറ്റു ചിത്രങ്ങളൊക്കെ ഉള്ള മുസല്ലകളാണ് കൊണ്ടുവരാറുള്ളത്. ഇതൊക്കെ നാം ഒഴിവാക്കേണ്ടതാണ്. അതിലേറെ നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാബയുടെയും മദീനയുടെ ഒക്കെ ഫോട്ടോയുള്ള മുസല്ല. അത് കൊണ്ടുവരണതിന് കുഴപ്പമില്ല, പക്ഷെ അത് നിസ്കരിക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. കാരണം അത് നിലത്തിടുകയാണ്, അതിൽ ചവിട്ടുകയാണ്. അതൊന്നും നമുക്ക് അനുവദനീയമായ ഒരു സംഗതിയല്ല. കാരണം അതൊക്കെ നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ഒരു വസ്തുവാണ്. ആ വസ്തുവിനെ നമ്മൾ നിലത്തിട്ടുകൊണ്ട് സംഗതി നിസ്കാരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ചവിട്ടുകയും അല്ലെങ്കിൽ അതിലൊക്കെ നിലത്തിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനോടുള്ള ആ ഒരു ബഹുമാനം നഷ്ടപ്പെടുകയാണ്. ഇത് ഉണ്ടാക്കുന്ന ആളുകൾ ഒരു പക്ഷേ ചൈനക്കാരും മറ്റൊക്കെ ആയിരിക്കും. അവരൊക്കെ നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ ബഹുമാനിക്കുന്ന ഒരു വസ്തുവാണല്ലോ എന്ന് കരുതിയിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടെ നിർമ്മിക്കുന്ന ഒരു സംഗതി ആയിരിക്കും. പക്ഷേ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. കാരണം അവർ നല്ല ഉദ്ദേശത്തോടു കൂടെ നമ്മളൊക്കെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വസ്തുവാണല്ലോ. അപ്പോൾ അതിൽ ചേർത്താൽ ആളുകൾക്കൊരു ആകർഷണം ഉണ്ടാകുമെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷെ നമ്മളത് കൊണ്ടുവന്ന് നിലത്തിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനോടുള്ള ആ ഒരു ബഹുമാനം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പ്രത്യേകം നിസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ നിസ്കാരങ്ങൾ ഈ ചിത്രങ്ങളുള്ള മുസല്ലയിലൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധകളൊക്കെ തിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെന്നാണ് മഹത്തുക്കളൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഏതായാലും കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. നമ്മൾ അതുപോലെ തന്നെ പുതിയ മുസല്ലകളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക.